ഞാനിന്നിവിടെ തയ്യാറാക്കുന്ന ഒരു കാബേജ് തോരനാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു കാബേജ് തോരനാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് നോക്കിയാലോ കാബേജ് തോരൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. ഞാനിവിടെ ഒരു കാബേജിൻ്റെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്ന സവോളയാണ്. ഞാനിത് എടുത്തിരിക്കുന്ന സവോള ഒരു മീഡിയം സൈസ് സവോളയാണ് എടുത്തിരിക്കുന്നത്. ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ചേർക്കുന്നത് മുളകാണ്. പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഞാനിതിലേക്ക് ഒരു കുഞ്ഞ് ഇഞ്ചിയുടെ കഷ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കാബേജ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷനാണ്, വേണമെങ്കിൽ ആഡ് ചെയ്യാം, വേണ്ടത്രക്ക് ആഡ് ചെയ്യണം. ഞാൻ ഇതിലേക്ക് ഇച്ചിരി തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കാബേജ് തോരൻ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. നോക്കിയേ, കാബേജ് ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു.